Dear students, today we'll be beginning the chapter Letter to Adolf Hitler. കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ we were discussing about the introductory part. We talked about Gandhi, we talked about Hitler, we discussed about their ideologies. പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ടേംസ് നമ്മൾ നോക്കിയില്ലേ, ആൻറ്റി സെമിറ്റിസം, ഇഗാലിറ്റേറിയനിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേംസ് നമ്മൾ കണ്ടു. And we talked about non-violence and Hitler's method of violence, Holocaust. These were all discussed in the last two videos. Today we'll be directly entering to the letter, the chapter. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധി ആക്ച്വലി റോട്ട് 2 letters to ഹിറ്റ്ലർ. ഹിറ്റ്ലറിന് അദ്ദേഹം 2 ലെറ്ററുകൾ എഴുതിയിട്ടുണ്ട്. ദ ഫസ്റ്റ് ലെറ്റർ വാസ് റിട്ടൺ ഡ്യൂറിങ് ഹിറ്റ്ലേഴ്സ് ഇൻവേഷൻ ഓഫ് പോളണ്ട്. അതായത് പോളണ്ടിനെ കീഴടക്കിയ സമയത്തായിരുന്നു ആദ്യമായിട്ട് ഗാന്ധിജി ഹിറ്റ്ലറിന് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ലെറ്റർ എഴുതുന്നതോ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, വെൻ ജർമ്മനി ഒക്യുപ്പൈഡ് ചെക്കോസ്ലോവാക്യ കീഴ്പ്പെടുത്തിയ സമയത്താണ് രണ്ടാമത്തെ ലെറ്റർ എഴുതുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ലെറ്ററാണ്. രണ്ട് ലെറ്റേഴ്സിലും ഇൻ ബോത്ത് ദ ലെറ്റേഴ്സ് ഗാന്ധി സ്ട്രെസ്സസ് ഓൺ ദി ഐഡിയ ഓഫ് നോൺ വയലൻസും നോൺ കോപ്പറേഷനും ഒക്കെയാണ് രണ്ട് ലെറ്റേഴ്സിലും ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ദാറ്റ് ദോ ഹി റോട്ട് ദ ലെറ്റേഴ്സ് ടു ഹിറ്റ്ലർ, ദ ലെറ്റേഴ്സ് ഡിഡൻ റീച്ച് ഹിറ്റ്ലർ. അദ്ദേഹത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. വാട്ട് വാസ് ദ റീസൺ? ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ്റർസെപ്റ്റഡ് the letters. അതായത് what did they do? They stopped the letters from reaching Hitler. അപ്പോൾ അതുകൊണ്ട് ഹിറ്റ്ലർ അത് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ബോത്ത് വെയർ ഓപ്പൺ ലെറ്റേഴ്സ് ആൻഡ് ഹെൻസ് ദ വേൾഡ് ഹാസ് എ കോപ്പി ഓഫ് ഇറ്റ്. നമുക്കൊക്കെ അതുകൊണ്ട് വായിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. സോ ഐ ടോൾഡ് വിൽ ബി ലുക്കിംഗ് അറ്റ് ദ സെക്കൻഡ് ലെറ്റർ. ദ സെക്കൻഡ് ലെറ്റർ വാസ് റിട്ടൺ ഫ്രം വാർത്ത ഓൺ December 24th, 1940. അന്നാണ് അത് എഴുതുന്നത്. ഓക്കെ. ആൻഡ് ഹിറ്റ്ലർ അഡ്രസ്സസ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം, ഹിറ്റ്ലർ ഗാന്ധിയെ അഡ്രസ്സ് ചെയ്യുന്നത്, ഗാന്ധി ഹിറ്റ്ലറിനെ അഡ്രസ്സ് ചെയ്യുന്നത് ഫ്രണ്ട് എന്നാണ്. ഓക്കെ. എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഗാന്ധി ഹിറ്റ്ലറിനെ ഫ്രണ്ട് എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഗാന്ധിജി ഹിറ്റ്ലറിനെ ഫ്രണ്ട് എന്ന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവുക? അതിൻ്റെ എക്സ്പ്ലനേഷൻ ഗാന്ധിജി തരുന്നുണ്ട്. He says that he doesn't call Hitler because of formality. Friend എന്ന് വിളിക്കുന്നത് not because of any kind of formality. Then why does he call so? He says that in all throughout his life, in the past 33 years, he never found anybody enemy. ആരെയും ശത്രുവായിട്ട് കണ്ടിട്ടില്ല. He befriended, അതായത് സൗഹൃദം കാണിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ടു ദി എൻറ്റയർ ഹ്യൂമാനിറ്റി. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലറിലും ഗാന്ധി ആരെ മാത്രമേ കണ്ടിട്ടുള്ളൂ? ശത്രുവിനെയല്ല, മിത്രത്തിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഹി ബിലീവ്ഡ് ഇൻ ദ ഡോക്ട്രിൻ ഓഫ് യൂണിവേഴ്സൽ ഫ്രണ്ട്ഷിപ്പ്. പലരെയും പോലെ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഡോക്ട്രിൻ ഓഫ് യൂണിവേഴ്സൽ ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. അതായത് ക്ലാസ്, കളറ്, ക്രീഡ്, അത്തരത്തിലുള്ള റേസിസം പോലെയുള്ള, റിലീജിയൻ പോലെയുള്ള, കമ്മ്യൂണിറ്റി, നാഷണാലിറ്റി പോലെയുള്ള യാതൊരു തരത്തിലുള്ള ഡിസ്റ്റിങ്ഷൻ കൊണ്ടും ആൾക്കാരെ വേർതിരിച്ച് കാണാതിരിക്കുക. വസുദൈവ കുടുംബകം എന്ന് പറയുന്ന കൺസെപ്റ്റില്ല. അതായത് എൻ്റെ വേൾഡ് ഇസ് എ ഫാമിലി. അതാണ് യൂണിവേഴ്സൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ യൂണിവേഴ്സൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഓർത്തിരുന്നാൽ മതി. So this is why Gandhi says that Gandhi saw Hitler as a friend. This is a very major point. ഇനി അടുത്ത കാര്യം, ഗാന്ധി says that he appreciates Hitler actually for his bravery എന്ന് പറഞ്ഞാൽ ധൈര്യത്തിന്. ഇത്രയും കാലഘട്ടം കൊണ്ട് ലോകത്തെ ഇത്രയധികം ഭരിക്കുന്ന ഒരു ഭരണാധികാരി ആയതിൽ ഹിറ്റ്ലറിൻ്റെ ബ്രേവറിയെ ഗാന്ധി അംഗീകരിക്കുന്നുണ്ട്. ഡിവോഷൻ, അങ്ങേയറ്റത്തെ ഡിവോഷനാണ്, അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയാണ്, ആരാധനയാണ് ഫാദർലാൻഡിനോട്. ജർമ്മനി ഇസ് ഓൾവേസ് കോൾഡ് ആസ് ഫാദർലാൻഡ് ബൈ ഹിറ്റ്ലർ. ബാക്കിയല്ല, നമ്മളെല്ലാം നമ്മളുടെ നേഷനെ എങ്ങനെയാണ് വിളിക്കാറുള്ളത്? മദർലാൻഡ് എന്നാണ് അല്ലേ? പക്ഷേ എങ്ങനെയാണ് ഹിറ്റ്ലർ സ്വന്തം നാടിനെ വിളിക്കുന്നത്? ഫാദർലാൻഡ് എന്നാണ്. അപ്പോൾ ഹിറ്റ്ലർ അതിലും ഒരു മാസ്കുലിനിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പവർ, അല്ലെങ്കിൽ മദർ എന്ന് പറയുമ്പോൾ ലവിൻ്റെ സിമ്പിളായി പോകും, ഫൊഗീവ്നെസ്സിൻ്റെ സിമ്പിളായി പോകും എന്നുള്ളത്. ഫാദർ, മാസ്കുലിനിറ്റി എന്നുള്ളൊരു സിമ്പിൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്തതുകൊണ്ട് ഫാദർലാൻഡ് എന്ന് അഡ്രസ്സ് ചെയ്യാനേ ഹിറ്റ്ലർ താല്പര്യപ്പെടുന്നുള്ളൂ. യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് തിങ്. ഓക്കെ.
But the only thing Gandhi asked Hitler to do is that to rethink about his ideology. അദ്ദേഹം വിശ്വസിച്ചിരുന്ന പല ഐഡിയോളജീസിലെയും ഒന്ന് തിരുത്തി ചിന്തിക്കാൻ മാത്രമേ എന്ത് ആവശ്യപ്പെടുന്നുള്ളൂ, ഗാന്ധി ഹിറ്റ്ലറിനോട് ആവശ്യപ്പെടുന്നുള്ളൂ. ബിക്കോസ് ഗാന്ധി സേസ് ദാറ്റ് ഹീ ലാക്സ് ഹ്യൂമാനിറ്റി. അദ്ദേഹത്തിന് എന്താണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഭവം he doesn't have that, and all his enemies call him a monster എന്നാണ് ഹിറ്റ്ലറിനെ പല എനിമീസും വിളിച്ചുകൊണ്ടിരുന്നത്. ഗാന്ധി പറയുന്നത് ഐ ഡോണ്ട് വാണ്ട് യു ടു കോൾ യു എ മോൺസ്റ്റർ, ഐ ഡോണ്ട് വാണ്ട് യു ടു കോൾ എ മോൺസ്റ്റർ. അതായത് നിങ്ങളെ മോൺസ്റ്റർ എന്ന് വിളിക്കാൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. ബട്ട് ദ വേ യു അറ്റാക്ക് ഓർ ഡിസപ്പോയിൻറ്റ് ഓർ ഷോ ക്രൂവൽറ്റി ടു ദ വേൾഡ് അറൗണ്ട്, എന്താണ് നിങ്ങളുടെ ആക്ഷൻസ് എല്ലാം എന്താണ് മോൺസ്ട്രസ് ആണ്. ദ വേ യു അറ്റാക്ക് ചെക്കോസ്ലോവാക്യ, പോളണ്ട്, ഡെൻമാർക്ക് എന്നീ പറയുന്ന നേഷൻസിനൊക്കെ നിങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ രീതി, അല്ലെങ്കിൽ വൈ ഡിഡ് യു എവർ അറ്റാക്ക് ദം, അതൊക്കെ ഫോർഗിവബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്താണ് ഒരിക്കലും നമുക്ക് ഫോർഗിവ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ അൺഎത്തിക്കലാണ്, ക്രൂവലാണ്, വയലൻസ് ആണ്. സോ വി കനോട്ട് ഫോർഗീവ് യു ഫോർ ദാറ്റ് റീസൺ ആൻഡ് യുവർ ആക്ഷൻസ് ആർ മോൺസ്ട്രസ്. പക്ഷേ നിങ്ങളെ മോൺസ്റ്ററിന് ഞാൻ എന്താണ് ഐ എം നോട്ട് കോളിങ് യു, അങ്ങനെ ഞാൻ നിങ്ങളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നെക്സ്റ്റ് പോയിൻറ്റ്, ഹിറ്റ്ലർ ഗാന്ധിയും അതായത് ഇന്ത്യൻസും പല നോൺ വയലൻസിൽ വിശ്വസിക്കുന്ന എല്ലാവരും ബിലീവ് ചെയ്യുന്ന എന്താണ് ദാറ്റ് എക്സ്പ്ലോയിറ്റേഷൻസ് ആൻഡ് വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നല്ല ആക്ഷൻ അല്ല എന്നാണ്, അല്ലേ ചീത്തയായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ ബാഡ് തിങ്സ് ആണ്, നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ് എക്സ്പ്ലോയിറ്റേഷനും വയലൻസും. പക്ഷേ അക്കോർഡിംഗ് ടു ഹിറ്റ്ലർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് വയലൻസ് ആർ വാട്ട്, എന്താണ് അതെപ്പോഴും എന്താണ് വെർച്വസ് ആയിട്ടുള്ള നല്ല കാര്യമായിട്ടാണ് എന്താണ് ഇദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫോർ ഇന്ത്യൻസ് ഹു ബിലീവ്ഡ് ഇൻ നോൺ വയലൻസ്, ഫോർ ഓൾ ദ പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു ബിലീവ്ഡ് ഇൻ നോൺ വയലൻസ്, എന്താണ് ഹിസ് ആക്ഷൻസ് വെയർ നൊട്ടോറിയസ്, അതായത് ക്രൂവലി ഫേമസ് ആൻഡ് ഡീഗ്രേഡിങ് ഹ്യൂമാനിറ്റിയെ നശിപ്പിക്കുന്നതും ഡീഗ്രേഡ് ചെയ്യുന്നതും തരം താഴ്ത്തുന്നതുമൊക്കെയാണ് ഈ തരത്തിലുള്ള ആക്ഷൻസ്. നമ്മൾ നാട്ടിൽ ചില സംഭവങ്ങൾ നടക്കുമ്പം പറയാറുണ്ടല്ലേ, ഡീഗ്രേഡിങ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിനെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള ആക്ഷൻസ് ആയിരുന്നു കൂടുതൽ ആര് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ലെറ്റർ നമ്മൾ പറഞ്ഞു, ദിസ് ലെറ്റർ വാസ് റിട്ടൺ ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ, ചെക്കോസ്ലോവാക്യ കീഴടക്കിയ സമയത്താണ്. സോ ഇറ്റ് വാസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ ഇന്ത്യൻസ് പറയുന്നത്, അല്ലെ ഗാന്ധി ഫോർ ഇന്ത്യ സേസ് ദാറ്റ് വി കനോട്ട് വിഷ് യു ലക്ക് ഫോർ സെക്കൻഡ് വേൾഡ് വാർ, വി കനോട്ട് വിഷ് യു ലക്ക്, എന്താണ് നിങ്ങൾ ജയിക്കണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റില്ല. ആക്ച്വലി വേൾഡ് വാറിൻ്റെ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് വാസ് എ യുണീക്ക് വൺ, എ സ്പെഷ്യൽ വൺ, എ ഡിഫറെൻറ്റ് വൺ. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വൈ വാസ് ഇന്ത്യാസ് പൊസിഷൻ യുണീക്ക്? ദിസ് വാസ് ബിക്കോസ് ഓൺ ബോത്ത് ദ സൈഡ്സ് എന്താണ് ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഓൺ വൺ സൈഡ് ഓഫ് ദ വാർ വാസ് ദ ബ്രിട്ടീഷ്. ഓക്കെ, ബ്രിട്ടീഷുകാർ വേർ ദെൻ റൂളിങ് ഇന്ത്യ. ബ്രിട്ടീഷ് വേർ ഇമ്പീരിയലിസ്റ്റ്, നമ്മളെ ഭരിച്ചിരുന്നവരായിരുന്നു. ദേ കൺട്രോൾഡ് 1/5 ഓഫ് ദ വേൾഡ്. ആൻഡ് ഈ ഐഡിയോളജി നമ്മളെ ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ബ്രിട്ടീഷ് ഐഡിയോളജി, ഇമ്പീരിയലിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ വി കനോട്ട് സപ്പോർട്ട് ദ ബ്രിട്ടീഷ് സൈഡ് ഫോർ ദ സെക്കൻഡ് വേൾഡ് വാർ ആൻഡ് വി കനോട്ട് സപ്പോർട്ട് ജർമൻസ് ടു. ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ദേ വേർ ഫോളോയിങ് നാസിസം. ഈ രണ്ട് ടേംസും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ these are the basic reasons why we cannot support both the sides during Second World War, and we had a unique position. നമ്മൾ രണ്ട് ഭാഗവും പിടിച്ചില്ല എന്നുള്ളതാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്തിൻ്റെ പ്രത്യേകത. ഇനി ഇമ്പീരിയലിസം, മോസ്റ്റ് ഓഫ് യു നോ വാട്ട് ഇസ് മെൻറ്റ് ബൈ ഇമ്പീരിയലിസം, അല്ലേ? അതായത് വൺ കൺട്രി ഓവർ റൂൾ അനദർ, അല്ലെ ഓവർ പവർ another nation or group of nations using power, force, പൊളിറ്റിക്കൽ, എക്കണോമിക് രീതിയിലൊക്കെ, മിലിറ്ററി രീതിയിലൊക്കെ വേറൊരു നേഷനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ്, അവരുടെ പവർ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്നതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുക. ഇഷ്ടത്തോടു കൂടി മറ്റൊരു നേഷനെ ഏറ്റെടുക്കുന്നതല്ല. ദേ ആർ റൂളിങ്, ദേ ആർ empowering or showing off their power, not empowering actually, that is they are showing off their power and showing cruelty and overruling another nation. And എന്താണ്
ദേ ലൂട്ട് ദി അതർ നേഷൻ. ലൂട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മണിയും എക്കണോമിക്സും പ്രോപ്പർട്ടീസൊക്കെ എന്താണ് എടുത്തു കളയുക, എന്നിട്ട് അത് യൂസ് ചെയ്യുക. അതിനാണ് ഇമ്പീരിയലിസം എന്ന് പറയുക. ആൻഡ് ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ ഇന്ത്യ വാസ് അണ്ടർ ദ ബ്രിട്ടീഷ് ഇമ്പീരിയലിസ്റ്റ് റൂൾ. ആ അവസ്ഥയിലാണ്. അതേസമയം നാസിസം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫോം ഓഫ് ഫാസിസം. ഒരു ഫാസിസ്റ്റ് ഐഡിയോളജിയാണ് നാസിസം എന്ന് പറയുന്നത്. ഫാസിസം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നാസിസം ഈസ് മച്ച് മോർ എക്സ്ട്രീം ദാൻ ഫാസിസം. ആൻഡ് ഹിറ്റ്ലർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ജർമ്മനിയിൽ നാസിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റൻസ് നാഷണലിസം. അതായത് അമിതമായ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ആൾക്കാരെ പറ്റാത്ത, മറ്റു നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു നാഷണലിസ്റ്റിക് ഐഡിയോളജിക്കാണ് ഇൻറ്റൻസ് നാഷണലിസം എന്ന് പറയുക. എക്സ്ട്രീം ആയിട്ടുള്ള റേസിസം. അവർക്ക് അവരുടെ പ്യുവർ റേസ് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ആൻറ്റി സെമിറ്റിസം എന്നുള്ള ടേം പരിചയപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പ്യുവർ റേസ് എന്നുള്ള കൺസെപ്റ്റ് ബാക്കി നാട്ടിലുള്ള ആൾക്കാരെയൊന്നും പറ്റാത്ത രീതി. പിന്നെ ഡിക്റ്ററ്റോറിയൽ റൂളാണ്. ഏകപക്ഷീയമായിട്ട് ഒരാൾ നിന്ന് ഒരു നാടിനെ മൊത്തം അയാളുടെ വരുതിയിൽ കൊണ്ടുവരുന്ന, അയാൾ കൊണ്ടുവരുന്നത് മാത്രം എന്താണ് ശരിയാണെന്ന് പറയുന്ന എക്സ്ട്രീം പ്രാക്ടീസിനാണ് എന്ത് പറയുക, നാസിസം എന്ന് പറയുക. പീപ്പിൾ ആർ ലൈക്ക് ജസ്റ്റ് പപ്പറ്റ്സ് ഇൻ ദാറ്റ് നേഷൻ, അയാൾ പറയുന്നത് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റും ഫോളോ ചെയ്തിരുന്ന രണ്ട് മേജർ നേഷൻസ് ആയിരുന്നു. ഒന്ന് ഇമ്പീരിയലിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്തിരുന്ന, ഒന്ന് നാസിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്തിരുന്ന രണ്ട് നേഷൻസ് ആയിരുന്നു വേൾഡ് വാറിൻ്റെ സമയത്ത് ഇരുവശത്തും ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ നെവർ സപ്പോർട്ടഡ് ബോത്ത് ദ സൈഡ്സ്. ദെൻ അപ്പോൾ ഇമ്പീരിയലിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബൈ 1940, അതായത് ഈ കത്തെഴുതുന്ന സമയത്ത് ഓൾമോസ്റ്റ് 1/5 ഓഫ് ദ വേൾഡ് വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇമ്പീരിയലിസം, അല്ലെ ഇമ്പീരിയലിസ്റ്റ് റൂൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ആൻഡ് വാട്ട് ഡിഡ് ഇന്ത്യ ഡു? എന്ത് മെത്തേഡാണ് ഇന്ത്യ യൂസ് ചെയ്തിരുന്നത്? ഇന്ത്യ നെവർ ട്രൈ ടു ഡിഫീറ്റ് ദം. ഇന്ത്യ ട്രൈ ടു കൺവേർട്ട് ദം. അവരുടെ ബിലീഫിനെ, അവരുടെ രീതികളെ മാറ്റിയെടുക്കാനാണ് ഇന്ത്യൻസ് ട്രൈ ചെയ്തിരുന്നത്. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഈസി ടു കൺവേർട്ട് എ പേഴ്സൺ. അപ്പോൾ ഒരു രാജ്യത്തിനെ കൺവേർട്ട് ചെയ്യുക, ഒരു ഭരണകൂടത്തെ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ആൻഡ് വി നെവർ ട്രൈഡ് ഇറ്റ് ഫോർ വെരി മച്ച്. പക്ഷേ വി റെസിസ്റ്റഡ്. നമ്മൾ നന്നായി റെസിസ്റ്റ് ചെയ്തു നമ്മളെ ഭരിക്കുന്നതിനെ. നമ്മൾ എങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്തത്? വി റെസിസ്റ്റഡ് യൂസിങ് നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ മെത്തേഡ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. വി റെസിസ്റ്റഡ് ത്രൂ നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ മെത്തേഡ്, നിസ്സഹകരണ പ്രസ്ഥാനം. പക്ഷേ വി ഡിഡ്ന്റ് ഷോ എനി കൈൻഡ് ഓഫ് വയലൻസ്. അപ്പം നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡെഫെൻസിബിൾ മെത്തേഡാണ്. അതിന് തിരിച്ചൊരു ഡിഫെൻസ് ആക്ഷൻ കാണിക്കാൻ പറ്റില്ല ആ മെത്തേഡിനോട്. കാരണം അതൊരു ഓപ്പൺ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ആരെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ തോൽവി എന്നുള്ളൊരു കാര്യം ഒരു ഫൈറ്റിൽ നിന്നും എടുത്തു കളയുമ്പോൾ ദെയർ ഇസ് നോ കൈൻഡ് ഓഫ് വാട്ട് ഡിഫീറ്റ് ഓർ ഓപ്പോസിഷൻ ഹാപ്പനിങ് ദെയർ. ഇത് ഡിഫെൻസ് പോസിബിൾ അല്ലാത്തൊരു മെത്തേഡാണ്. വി ആർ നോട്ട് വയലൻറ്റ്, വി ആർ നോട്ട് ഷോയിങ് എനി കൈൻഡ് ഓഫ് വാട്ട് വയലൻറ്റ് മെത്തേഡ്സ് ഓർ ഒപ്പോസിഷൻ, ബട്ട് വി വോണ്ട് കോപ്പറേറ്റ്. അത്ര മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ അൺഏബിൾ ടു വാട്ട് ദേ ആർ അൺഏബിൾ ടു ഡിഫെൻസ്. ബ്രിട്ടീഷുകാർ ഹെൽപ്ലെസ് ആയി പോകുന്ന ഒരവസ്ഥയായിരുന്നു ഗ്രാജുവലി ദാറ്റ് വാസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. ഓക്കെ, അതിന് ഒരു റീസൺ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇൻഡിഫെൻസിബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഹൗ ഡസ് എ റൂൾ ബിക്കം സക്സസ്ഫുൾ? ഹൗ ഡസ് എ റൂൾ ബിക്കം സക്സസ്ഫുൾ? എ റൂളർ ഓർ റൂൾ ഓൺലി ബിക്കം സക്സസ്ഫുൾ വെൻ the victims or the ruled people show some kind of cooperation. നമ്മൾ ഒരാളെ ഭരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വില്ലിംഗ്ലിയോ അൺവില്ലിംഗ്ലിയോ അവർ കുറച്ചൊന്ന് സഹകരിച്ചാൽ മാത്രമല്ലേ പിന്നെ റൂള് സക്സസ്ഫുൾ ആവുള്ളൂ. എന്ത് കളിച്ചാലും അനുസരിക്കില്ല എന്നുള്ള രീതിയിൽ പ്രജകൾ നിന്ന് കഴിഞ്ഞാൽ റൂള് സക്സസ്ഫുൾ ആവുമോ? ഇനിയിപ്പോൾ പേടിപ്പിച്ച് വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഇടങ്ങേറാക്കിയിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ടാണെങ്കിലും കമ്പൽസറി വില്ലിങ് ആക്കി എടുക്കുന്ന രീതിയാണെങ്കിലും ശരി, ഇഷ്ടപ്പെട്ടാണെങ്കിലും ശരി, അവർ നിന്ന് തരണ്ടേ, എന്നാലല്ലേ റൂൾ സക്സസ്ഫുൾ ആവുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു? നോൺ കോപ്പറേഷൻ ആയിരുന്നു. കൊന്നാലും വേണ്ടില്ല, വി ആർ നോട്ട് ഗോയിങ് ടു കോപ്പറേറ്റ് വിത്ത് യു എന്നുള്ള മെത്തേഡായിരുന്നു ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഗാന്ധി പറയുന്നത് ടു ഹിറ്റ്ലർ ഇസ് ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ഇന്ത്യാസ് ഫോം ഓഫ് റെസിസ്റ്റൻസ്. ഞങ്ങളുടെ മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. ലുക്ക് അറ്റ് അവർ
പ്ലീസ് ഞങ്ങളുടെ സ്ഥലം ഒന്ന് കാണൂ. ലുക്ക് അറ്റ് ദ പീപ്പിൾ ഹിയർ. We have been struggling for our freedom for the more than past 20 years, almost 20 years. നമ്മളെ നാട്ടിലെ ആൾക്കാർ എന്താണ് have been trying for freedom and they are the strongest now. ഇന്നവർ വീക്ക് ആയതല്ല, they are even more stronger now, but they are never willing to bend their knee. മുട്ടുമടക്കാൻ അവർ തയ്യാറില്ല. They are ready to lay down their life in front of the freedom struggle or in front of the British people, but they are never ready to give up their ideology. അവർ ബെൻഡ് ചെയ്യില്ല, ബ്രിട്ടീഷുകാർ പറയുന്ന അവർ കേൾക്കില്ല. And they won't take any kind of violent methods also. അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്ത് we have reached at this point and we are the strongest now. ഇനി maybe if there is blessing enough we'll be successful in our freedom struggle എന്നാണ് ഗാന്ധി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് understand our method and എന്താണ് continue to understand us and try to follow that. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇഫ് ദർ ഈസ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ.